ഹായ്, എല്ലാവർക്കും സാംസങ്ങിൻ്റെ പുതിയൊരു എ സീരീസ് ഫോണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ ഒരു ഫോണുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള 3 ഫോണും സാംസങ്ങിൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ സാംസങ് ഗാലക്സി A15 എന്ന മോഡലിൻ്റെതാണ്. അപ്പോൾ A15 തന്നെ A15 5G എന്ന മോഡലും വരുന്നുണ്ട്. അപ്പോൾ A15ലും A15 5Gയിലും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഫീച്ചേഴ്സിലൊന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൈസിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് A15യും A15 5Gയിലെ മാറ്റം എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാം. കൂടാതെ ഒരുപാട് ക്യാമറ സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള A14ൻ്റെ റീപ്ലേസിംഗ് മോഡലാണ് A15 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. Type-C to Type-C ചാർജിങ് കേബിള്. അപ്പോൾ ഇതാണ് നമ്മളെ A15 എന്ന മോഡൽ. ഫസ്റ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 15,000 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനുള്ള ഫോൺ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 800 nits ആണ് മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത്. ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഡെമോ പീസ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ ടച്ച് പെർഫോമൻസ് ഒക്കെ തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോ LED 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോൺ വരുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ ഡിസൈൻ നോക്കുന്ന സമയത്ത് 2 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള സാംസങ്ങിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. വാട്ടർ ഡ്രോപ്പിന് വെച്ച ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബസൽസ് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ. ഇതിലൊന്നും യാതൊരു മാറ്റം വരുത്തില്ല സാംസങ്. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള A25 എന്ന മോഡൽ 30,000 രൂപയുടെ പ്രൈസിൽ വരുന്ന ഫോണാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഇതേപോലെ തന്നെ വാട്ടർ ഡ്രോപ്പിന് വെച്ച ഡിസ്പ്ലേയും ഈ ഒരു ബസ്സിലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത ഈ 4 ഫോണിൽ തന്നെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഡിസൈനാണ് ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു 12,000-15,000 രൂപയുടെ ഉള്ളിൽ നമ്മൾ ഇത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ചില ഫോണിലൊക്കെ നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ സൈഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈനിൽ മാത്രമേ ഒരു പോരായ്മ തോന്നിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഓക്കെയാണ്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഈ ഒരു ഡിസൈന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള അതേ ഒരു ഫോണിൻ്റെ ഡിസൈനൊക്കെ തന്നെയാണ്. കാണിച്ചു തരാം. ഇതാണ് സാംസങ്ങിൻ്റെ A14 എന്ന് പറഞ്ഞ മോഡൽ, കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഡിസൈൻ നോക്കുന്ന സമയത്ത് ക്യാമറ ഇരിക്കുന്ന ഭാഗവും ഒക്കെ തന്നെ സെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഇതൊരു ഗ്ലോസി ഫിനിഷ്, അത്രേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലെ ഒരു കട്ടിങ്ങും ഒക്കെ തന്നെ സെയിമാണ് വരുന്നത്. പിന്നെ ഇവിടെ ഉള്ള ഒരു ഭാഗം മാത്രം, ഇത് മാത്രം കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അത് ഇതിനില്ല. അത്രേ ഉള്ളൊരു മാറ്റം തോന്നുന്നത്. അപ്പോൾ ക്യാമറ ഇരിക്കുന്നൊരു ഭാഗമൊക്കെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള അതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണുള്ളത്. അതിനൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ Type-C ചാർജിങ് പോർട്ട്, ഒരു മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, സ്പീക്കർ ഗ്രില്ല്, സിംഗിൾ സ്പീക്കറാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കറല്ല. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ, ഇതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉള്ളത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ബട്ടണും, മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ സമയത്ത് 2 സിം കാർഡ്, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് 14ൽ One UIയുടെ 6.0 ആണ്. അതുപോലെ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷനും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ 4 വർഷം 5 വർഷം ഒന്നും വേറെ കമ്പനി കൊടുക്കുന്നുണ്ട് എന്ന് ഈ ഒരു പ്രൈസിന്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മീഡിയ ടെക്കിൻ്റെ Helio G99 എന്നുള്ളൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ് ഇതിലുള്ളത്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു A15ലും വരുന്നുണ്ട്, A15 5Gയിലും ഈ ഫോൺ വരുന്നുണ്ട് എന്ന്. A15ൽ വരുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ Helio G99 എന്നുള്ളൊരു പ്രൊസസ്സറാണെങ്കിൽ, A15 5Gയിൽ വരുന്നത് മീഡിയ ടെക്കിൻ്റെ Dimensity 6100 പ്ലസ് എന്നുള്ളൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അപ്പോൾ Dimensity 6100 പ്ലസ് എന്നുള്ള പ്രൊസസ്സർ പുതിയൊരു പ്രൊസസ്സറാണ്, ഒരു 5G പ്രൊസസ്സറാണ്. മീഡിയ ടെക്കിൻ്റെ Helio G99 എന്നുള്ള പ്രൊസസ്സറിനെക്കാട്ടിയും കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന പ്രൊസസ്സറാണ് Dimensityൻ്റെ 6100 പ്ലസ് എന്നുള്ള പ്രൊസസ്സർ. കുറച്ചും കൂടി പെർഫോമൻസ് തരുന്ന പ്രൊസസ്സറാണ്. 2 ഫോണിൽ തന്നെ നല്ല ഹെവി ക്വാളിറ്റിയുള്ള ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറല്ല. ഈ ഫോൺ വരുന്നത് 2 വേരിയൻറ്റിലാണ്. 4GB റാമിൽ 128GB 6GB റാമിൽ 128GB എന്നിങ്ങനെയാണ്. അപ്പോൾ 4GB ആൻഡ് 128GBക്ക് UAE വരുന്ന പ്രൈസ് കറക്റ്റ് പറയുകയാണെങ്കിൽ 539 dirhams ആണ്. ഇന്ത്യയിൽ ഏകദേശം 12,000 രൂപ വരും.
ഇന്ത്യയിൽ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസാണ് ഈ 12,000 രൂപ എന്നുള്ളത്. അതുപോലെ 6GB ആൻഡ് 128GB UAE വരുന്നത് 604 ദിറംസ് ആണ്. ഇന്ത്യയിൽ ഏകദേശം 13,500 രൂപ വരും. ഇന്ത്യയിൽ ഇത് ചിലപ്പം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പ്രൈസ് A15ൻ്റെതാണ്. ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് A15 5G എന്നാണ് എനിക്ക് തോന്നുന്നത്. 15 5Gക്ക് ഏകദേശം ഇന്ത്യയിൽ ഒരു 20,000 രൂപക്കാണ് വരുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ A15ഉം A15 5Gയും തമ്മിൽ ഡിഫറൻറ്റ് നോക്കുന്ന സമയത്ത് ആകെ ഈ ഒരു പ്രോസസ്സറിൽ മാത്രമാണ് വ്യത്യാസം കാണാൻ പറ്റിയിട്ടുള്ളത്. 7,000 രൂപയുടെ വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾ 5G ഫോൺ വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ് A15 5G എന്നുള്ള ഫോൺ. അല്ലാതെ വലിയ ഹെവി യൂസിന് പറ്റിയ ഫോണൊന്നുമല്ല, ഒരു നോർമൽ യൂസിനും പറ്റിയ ഫോണാണ്. ഇത് രണ്ടും തന്നെ അത്ര ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുള്ളൂ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ വരുന്നത് 3 ക്യാമറ ആണ്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സൽ ഒരു മാക്രോ ക്യാമറ, പിന്നെ സെൽഫി ക്യാമറ 13 മെഗാ പിക്സലാണ്. ഇപ്പോൾ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ്. അപ്പോൾ എന്തായാലും റിയർ ക്യാമറൻ്റെയും സെൽഫി ക്യാമറൻ്റെയും കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും സാമ്പിൾസ് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് A15 റിയർ ക്യാമറ ഉപയോഗിച്ചാണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി. നിങ്ങൾക്കിവിടെ കാണാം. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ഷേക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ 1x ഇട്ടിട്ടാണ് എടുക്കുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടത് അൾട്രാ വൈഡിൽ ഇട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. ഒരു ആവറേജ് ക്വാളിറ്റി, വലിയൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റിയർ ക്യാമറയിൽ നമുക്ക് ഒരു ആവറേജ് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. എനിക്ക് റിയർ ക്യാമറനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് സെൽഫി ക്യാമറ എടുത്തുള്ള ഫോട്ടോസിനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. യാതൊരു ഡിലേ കാര്യങ്ങളുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം സൗണ്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതിൻ്റെ. നല്ല സൗണ്ട് ഉണ്ട് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കി നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഫേസ് ലോക്ക് അത്ര സ്പീഡിലൊന്നും സെൻസായിട്ട് വരുന്നില്ല. ക്യാമറ നേരെ പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഫേസ് സെൻസായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസ് ആവില്ല. ഇങ്ങനെ തന്നെ വെക്കണം. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള A25ലും ഇതേ ഒരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ NFC വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് ഓപ്ഷൻ വരുന്നുണ്ട്, മൾട്ടി കൺട്രോൾഡ്, കിഡ്സ് മോഡ്, പിന്നെ ഹോട്ട്സ്പോട്ട്, അതുപോലെ തന്നെ സ്മാർട്ട് വ്യൂ, അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ബാറ്ററിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന് കൂടെ അഡാപ്റ്റർ വരുന്നില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത് 25 വാട്ടിൻ്റെ ചാർജറാണ്. ഈ 25 വാട്ടിൻ്റെ ചാർജർ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ടൈം എടുക്കുന്നത് ചാർജ് ഫുള്ളാവാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 14,000 രൂപയുടെ ഫോണിൽ വരെ നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് സാംസങ് ഇത് 20,000, 25,000, 30,000 രൂപയുടെ ഫോണിലൊക്കെ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നത്. അതൊക്കെ വളരെ ഒരു പോരായ്മയായിട്ട് തന്നെ പറയാം. ഇതൊക്കെ അപ്ഡേറ്റ് ആവേണ്ട ടൈമായി. അപ്പോൾ ചാർജർ എന്തായാലും ഈ ബോക്സിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. എന്നാൽ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ചാർജറെങ്കിലും കുറച്ച് സ്പീഡുള്ളത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇനി ഫോണിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന്. ഇപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും
കുഴപ്പമില്ല, ഒരു ഏവറേജ് ക്വാളിറ്റിയാണ് സൗണ്ട്. വലിയ ലൗഡ് സൗണ്ട് അല്ല, നല്ല കുറവല്ലാത്ത രീതിയിലുള്ള സൗണ്ടാണ്. കേൾക്കാനൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ആവറേജ് ഫോണ്, അല്ലാതെ ഒരു ഹെവി യൂസിന് പറ്റിയ ഫോണൊന്നുമില്ല, ഒരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ, അത്രേ ഉള്ളൂ. അത്രയും ഫീച്ചേഴ്സേ ഉള്ളൂ ഈ ഫോണിൽ. ഇതിൻ്റെ 5G എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. സാംസങ്ങിൻ്റെ ഫോണിൽ പ്രൈസ് കുറഞ്ഞതിൽ 5G വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ് A15 5G എന്ന ഫോൺ. ഒരു 20,000 ബഡ്ജറ്റിൽ വരുന്ന ഫോണാണത്. പിന്നെ ആകെ ഒരു ബോറായിട്ട് നമുക്ക് തോന്നിയത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബെസൽസ് കൂടിയുള്ള ഡിസ്പ്ലേ. പിന്നെ ചാർജിങ് സൈഡും അത്ര ഒരു പെർഫെക്റ്റ് അല്ല. പിന്നെ പ്രൊസസ്സർ സൈഡൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ക്വാളിറ്റി, അത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ നമ്മൾ സാംസങ് ഗാലക്സി A15 എന്നുള്ള മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.